നമസ്കാരം. സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ AI സഹായത്തോടെ ഒരു ഇമെയിൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങളൊരു ഓഫീസ് വർക്കർ ആണെന്നുണ്ടെങ്കിൽ AI സഹായത്തോടെ നിങ്ങൾ ചിലപ്പോൾ മെയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ്. ഞാൻ എടുത്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ AI ആണ്. നമുക്ക് ഇവിടെ ആസ്ക് മീ എനിത്തിങ് കണ്ടില്ലേ? ആസ്ക് മീ എനിത്തിങ്ങിൻ്റെ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് എന്താണോ അത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ചെറിയ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു റിസൈനിങ് ലെറ്ററാണ്. ഒരു റിസൈനിങ് ലെറ്റർ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഞാനിവിടെ സബ്ജക്റ്റ് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ അത്യാവശ്യം വേണ്ടുന്ന അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഇട്ടിട്ടുണ്ട്. കോമ ചേർത്താണ് ഇട്ടേക്കുന്നത്. അവസാനം ഇങ്ങനൊരു സിമ്പൽ കൊടുത്തിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എൻ്റർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വരുന്നതെന്ന്. നമ്മൾ എന്താണ് കൊടുത്തത്? നമ്മൾ ജസ്റ്റ് ഒന്ന് അക്കൗണ്ട്സ് മാനേജർ ആയിരുന്ന പൊസിഷൻ, റീസൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്പെല്ലിംഗ് ഒന്നും കറക്റ്റ് ആയിരിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. AI കറക്റ്റായിട്ട് ജനറേറ്റ് ചെയ്ത് നമുക്ക് റെസ്പോണ്ട് ചെയ്യും. റീസൺ കൊടുത്തിരിക്കുന്നത് അനദർ ഓപ്പർച്യൂണിറ്റി കിട്ടി, അതുകൊണ്ട് നമ്മൾ റിസൈൻ ചെയ്യാണ്. 1 month നോട്ടീസ് പീരീഡ് ഇട്ടിട്ടുണ്ട്. മാർച്ച് 31, 24 ലാസ്റ്റ് വർക്കിംഗ് ഡേറ്റ്. ഇത്രയുമാണ് ഞാൻ ഇമെയിലിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. AI നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ഓക്കെ, സബ്ജക്റ്റ് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. റെസിഗ്നേഷൻ ലെറ്റർ എന്നിടാം. ഡിയർ എന്ന് പറഞ്ഞ ആളുടെ പേരിലാണ് കൊടുക്കേണ്ടത്. ഐ ഹോപ്പ് ദിസ് ഇമെയിൽ ഫൈൻഡ്സ് യു വെൽ. ഐ ആം റൈറ്റിംഗ് ടു ഫോർമലി സബ്മിറ്റ് മൈ റെസിഗ്നേഷൻ ഫ്രം ദി പൊസിഷൻ. കറക്റ്റായിട്ട് ഫ്രം ദി പൊസിഷൻ ഓഫ് അക്കൗണ്ട്സ് മാനേജർ എന്നിട്ട് കമ്പനി നെയിം അവിടെ കൊടുക്കണം എന്ന് നമുക്ക് AI പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കമ്പനി നെയിം അവിടെ ആഡ് ചെയ്താൽ മതി. ഈ ഒരു മെയിൽ നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ മെയിലിലോട്ട് മാറ്റിയിട്ട് ഇവിടെ കമ്പനി നെയിം ആഡ് ചെയ്യുക. ഫോണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വേർഡിലോട്ട് മാറ്റണം. വേർഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഫോണ്ടും ആവശ്യമുള്ള രീതിയിൽ ഫോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അതുപോലെ കമ്പനി നെയിമൊക്കെ വേർഡിലിട്ട് തന്നെ മാറ്റാം കേട്ടോ. വേർഡിലിട്ട് തന്നെ മാറ്റിയിട്ട് അതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ മെയിലോട്ട് ഇട്ട് ഐ ഹാവ് റീസെൻ്റ്ലി റിസീവ്ഡ് അനദർ ഓപ്പർച്യൂണിറ്റി ദാറ്റ് അലൈൻസ് കരിയർ ഗോൾസ് ആൻഡ് കണ്ടോ, പുതിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു. എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. മൈ നോട്ടീസ് പീരീഡ് ഈസ് 1 month. ഞാൻ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല, പക്ഷേ നമ്മൾ 1 month എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് AI നമുക്ക് തിരിച്ചു തന്നിരിക്കുന്നത്. ദെയർഫോർ മൈ ലാസ്റ്റ് വർക്കിംഗ് ഡേറ്റ്, അതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേറ്റ് ഇന്ന ദിവസമായിരിക്കും. ഞാൻ ഇത്രയും ഡീറ്റെയിൽസേ കൊടുത്തിട്ടുള്ളൂ. പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫുൾ നെയിം കൊടുക്കുക, പൊസിഷൻ കൊടുക്കുക, കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുക്കുക. നമ്മളിത് തനിയെ ഇരുന്ന് ആലോചിച്ചിരുന്ന് ടൈപ്പ് എന്തുമാത്രം ടൈം എടുക്കും അല്ല. അല്ലെങ്കിൽ നമ്മൾ വേറൊരു ആൾ ചെയ്ത് വെച്ചത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മളെ രീതിയിൽ എഡിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടുന്നതൊക്കെ ആഡ് ചെയ്ത് ഒക്കെ എടുക്കുമ്പോൾ അതിനേക്കാളും എളുപ്പമായിട്ട് എങ്ങനെ പോലെ ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു മെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ റെസിഗ്നേഷനാണ്. നമുക്ക് വേറെ എന്തെങ്കിലും കൂടി നോക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഓഫീസ് ഇനാഗുറേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഫുഡെന്ന് കൊടുത്തിട്ടുണ്ട്. MD ആണ് ഇനാഗുറേറ്റ് ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പുതിയ ബിൽഡിങ്ങിൻ്റെ ഇനാഗുറേഷൻ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വരുന്നതെന്ന് നോക്കാം. AI നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഡിയർ ടീം. നമ്മൾ ഓഫീസിൽ ഉള്ള ടീമിനെ അയക്കുന്നതായിട്ടാണ് AI തന്നത്. നമുക്ക് പേര് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഡിയർ ടീം, I am excited to announce that our new office building will be inaugurated on August 15, 2024. നമുക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇവിടെ. മേരിലാൻഡ് ഗവർണർ വെസ്മൂർ വിൽ ബി അവർ എസ്റ്റീംഡ് ഗസ്റ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഈ പേര് മേരിലാൻഡ് ഗവർണർ എന്നുള്ള പേര് മാറ്റിയിട്ട് ആ ആളുടെ പേര് കൊടുക്കാം. ഇവൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് എന്നാണ്, ടൈം എപ്പോഴാണ്, വെന്യൂ എവിടെയാണ്, സ്ഥലവും ടൈമും ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. We invite all employees to attend this momentous occasion. The event will be followed by a reception where delicious food will be served. അല്ല, ഫുഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഫുഡെന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ലെറ്റ്സ് കം ടുഗദർ ടു സെലിബ്രേറ്റ് ദിസ് മൈൽ സ്റ്റോൺ ഇൻ അവർ കമ്പനീസ് ജേണി. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു ഇൻവിറ്റേഷൻ ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് AI ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ AI ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ AIയെ വെല്ലുവിളിച്ചുകൊണ്ടാണല്ലോ വാട്സപ്പിൻ്റെ AI വന്നേക്കുന്നത്. ഇതേ കാര്യം നമുക്ക് വാട്സപ്പിൻ്റെ AIയിലൊന്ന് ചെയ്ത് നോക്കാം. ഞാനിവിടെ വാട്സപ്പിൻ്റെ മെറ്റ AI എടുത്തിട്ടുണ്ട്. നമുക്ക് റെസിഗ്നേഷൻ്റെ തന്നെ അവിടെ
ക്രോമിൽ കൊടുത്തതിനെ നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കാം. ഏതാണ്ട് ക്രോമിലുള്ളതുപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. നിങ്ങൾക്ക് പൗസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാം. എനിക്ക് പേഴ്സണലി കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് തോന്നിയത് ക്രോമിലെയാണ്. ഇനി നമുക്ക് ആ ഇൻവിറ്റേഷനും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ വന്നപ്പം കറക്റ്റായിട്ട് MD എന്ന് തന്നെ ഇനാഗുറേറ്റ് ചെയ്യുന്നത് MD ആണെന്ന് തന്നെ കാണിച്ചിട്ടുണ്ട്. അതേസമയം ക്രോമിൽ ഗവർണറിൻ്റെ പേരൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കിതിൽ മെയിൽ മാത്രമല്ല നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറും സ്പെല്ലിങ്ങും ഒക്കെ നമുക്ക് കറക്റ്റ് ആക്കാം. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കറക്റ്റ് ദി സെൻറ്റൻസ് എന്ന് മെൻഷൻ ചെയ്ത് എൻ്റർ ചെയ്യാം. AI നമുക്ക് സെൻറ്റൻസ് ആണ്. I created this video for YouTube on how to create an email with AI. യൂട്യൂബിൽ സ്പെല്ലിങ് ഞാൻ അവിടെ തെറ്റിച്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിവിടെ കറക്റ്റാക്കി കിട്ടി. അതുപോലെ കുറച്ച് ഗ്രാമറും കറക്റ്റാക്കി തന്നിട്ടുണ്ട്. ഇനി ഇതേ കാര്യം വാട്സപ്പിൻ്റെ മെറ്റയിലൊന്ന് നോക്കാം. I created a video for YouTube on how to create an email using AI. അപ്പുറത്ത് വിത്ത് AI എന്ന് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ യൂസിങ് AI. എനിക്ക് വാട്സപ്പാണ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ വാട്സപ്പ് നമുക്ക് ഓർ ഇഫ് യു വാണ്ട് ടു മേക്ക് ഇറ്റ് മോർ എൻഗേജിങ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഡ്രോപ്പ് എ ന്യൂ വീഡിയോ ഓൺ യൂട്യൂബ് ലേൺ ഹൗ ടു ക്രാഫ്റ്റ് ദി പെർഫെക്റ്റ് ഇമെയിൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് AI എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും ഞാൻ എൻ്റെ വീഡിയോയിൽ എവിടെയെങ്കിലും ഞാൻ യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഏത് AI ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? മെയിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ ക്രോമും സെൻറ്റൻസിൻ്റെ കറക്ഷൻ്റെ കാര്യത്തിൽ വാട്സപ്പാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. പിന്നെ നിങ്ങൾ AI യൂസ് ചെയ്തിട്ട് ഇതുപോലെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാറുള്ളത്? ഞാൻ ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ മെൻഷൻ ചെയ്യുക. നമുക്ക് AIയുടെ ഹെൽപ്പോട് കൂടി വീഡിയോസ് ചെയ്യാൻ പറ്റും. പിക്ചറിനെ വീഡിയോ ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു പാട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് മ്യൂസിക് ചെയ്ത് തിരിച്ചു തരും AI. അങ്ങനെയുള്ള മ്യൂസിക് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ അങ്ങനെ AI യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മ്യൂസിക്കിൻ്റെ ഒരു ചാനൽ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ അടുത്ത PSC ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതാണ്.